വാട്സാപ്പിൽ കുറച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഗായത്രി കണ്ടില്ല എന്ന് തോന്നുന്നു. വിശാൽ, രണ്ട് ദിവസമായി വിളിക്കണ. വിളിച്ചൊന്ന് ഫോൺ എടുത്തൂടെ? എത്ര മെസ്സേജ് അയക്കണ? സ്കിറ്റൊന്നും ഇപ്പം എന്നെ കൊണ്ട് പറ്റില്ല തന്നെ. സ്കിറ്റ് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ വിളിച്ചൊന്ന് ഫോൺ എടുത്തൂടെ? അതൊരു ബുദ്ധിമുട്ടൊന്നും ആവില്ലല്ലോ. നീ എന്തെങ്കിലും ഒന്ന് പറ. നമ്മുടെ അക്കാഡമിക് സിമിലറാണ്, പിന്നെ ജോബ് പ്രൊഫൈലും ഒരേപോലെ ആയിരിക്കും. കരിയർ ഗ്രോത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. വല്ലതും കഴിച്ചാലോ? വെറുതെ കുറച്ച് വീട്ടുകാർക്കാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഞാനിത് പറയാനായിട്ട് ലാസ്റ്റ് മിനിറ്റ് വെയിറ്റ് ചെയ്തതല്ല, പക്ഷെ ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ തന്നെ എനിക്ക് മിസ്സാവുന്നൊരു തോന്നുന്നു. റോഷൻ, ഞാൻ ഇതിനെപ്പറ്റിയൊന്നും ആലോചിച്ചിട്ടില്ല. അല്ല, എനിക്ക് തിരക്കില്ല. താൻ ശരിക്കും ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ടേക്ക് യുവർ ടൈം. ടെക്കിൻ്റെ റിസൾട്ട് സബ്മിറ്റ് ചെയ്താലേ ലീഡ്സ് യൂണിവേഴ്സിറ്റിയുടെ ഉത്സൻ സാറിൻ്റെ അടുത്ത് പോയാൽ പാസ്സാവാം. ഷുവറാ. ഈവനിങ് ഒക്കെ വേണമെങ്കിൽ ഞാനും ഹെൽപ്പ് ആക്കാം. ജസ്റ്റ് റിലാക്സ്, എല്ലാം ശരിയാവും. അച്ഛനിപ്പോൾ കൊച്ചിയിലായിട്ട് കുറച്ച് ആളായില്ലേ? 3 വർഷം കഴിഞ്ഞാൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ? എന്ത് പ്രോബ്ലം? അല്ല, എനിക്ക് US സെറ്റിൽ ചെയ്യണമെന്നൊന്നുമില്ല. തിരിച്ചു വന്നിട്ട് ഇവിടെ തന്നെ. സുന്ദരേട്ടാ, ഒരു കട്ടൻ കടുപ്പം കൂട്ടി നല്ല മധുരം ആയിക്കോട്ടെ. ഞങ്ങളൊരു സീരിയസ് കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സംസാരിച്ചോ? ഇത് കോളേജ് ക്യാൻറ്റീനല്ലേ, എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ലേ? ഗായത്രി, നമുക്ക് അപ്പുറത്തേക്ക് ഇരിക്കാം. ആ, നിങ്ങൾ അവിടെ പോയിരിക്കും, ഞാനും കൂടെ വന്നിരിക്കാം. വിശാൽ, നീ പിന്നെയും തുടങ്ങിയോ? എന്ത് തുടങ്ങിയോന്ന്? എനിക്ക് ഇവിടെ വന്ന് ചായ കുടിക്കാൻ പറ്റില്ലേ? കുടിക്കും, സമാധാനമായിട്ട് കുടിക്കും. ഗായത്രി, 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 ഒരു മിനിറ്റ്. അവനോട് ഇരുന്നോട്ടെ, നമുക്ക് അപ്പുറത്തേക്ക് സംസാരിക്കാം പ്ലീസ്. എനിക്ക് ലേറ്റ് ആവുന്നുണ്ട് റോഷൻ. നീ അവളെ വിട്ടാലേ പിന്നെന്താണ്? ആ, കാമുകനിരിക്കി, നമുക്ക് സംസാരിക്കാം. നീയാണോ റോഷനായിട്ടുള്ള മീറ്റിംഗ് സെറ്റപ്പ് ചെയ്ത്? അവൻ അടിപൊളിയോ മോളെ, നിങ്ങൾ തമ്മിൽ ചേരും. ഓക്കെ അല്ലേ? നിനക്കിപ്പോ തിരക്കൊന്നുമില്ല? ഉച്ചയ്ക്ക് വീട്ടിൽ പോണ്ടേ? എന്തു പറ്റി? നിന്നെ ഞാൻ ഒന്ന് കൊല്ലും. പണിപാളിയാ. സുന്ദരേട്ടനെ സമ്മതിക്കണമല്ലേ? 50 വർഷമായി ഇവിടെ, ഒരു ബോറടിയില്ല. എനിക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. എത്ര ബാച്ച് ഉണ്ടാണ് മൂപ്പര്. എന്താ നിന്റെ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? അവനായിട്ട് എന്താ? I don't have to tell you that. ഫൈൻ. എന്നെ എന്തിനാ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യണേ? എനിക്കെന്താ, ക്യാൻറ്റീനിൽ പോയിക്കൂടെ? അവന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് അല്ലേ. എനിക്കതിന് നിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ കയറി ഇടപെടണമെന്നില്ല വിശാൽ. ഇസ് ദാറ്റ് ക്ലിയർ? വെരി ക്ലിയർ. ദേ, കളിയാക്കല്ലേ. ആര് കളിയാക്കി? നീ പോയി കെട്ടിക്കോ, പോയി സെറ്റിൽ ആവും. നീ ഉണ്ടല്ലോ, നീ ഒരിക്കലും നന്നാവാൻ പോണില്ല. ഇറ്റ്സ് ഇൻ യുവർ ബ്ലഡ്. എല്ലാ അവസാന ദിവസം കൊണ്ട് കൊളാക്കണം, ഓക്കെ? എനിക്കിനി നിന്നെ കാണണ്ട.
എന്താ ഇപ്പൊ നിന്റെ പ്രശ്നം? നിനക്ക് വേണ്ടതാരാ? ലിസൺ, അക്കാഡമിക്സ്, ഫാമിലി സ്റ്റേറ്റസ്, സോഷ്യൽ സ്റ്റേറ്റസ്, ലുക്സ്, ഇന്റലിജന്റ്, ഇതൊക്കെയല്ല റോഷൻ. അതല്ല ഞാൻ സെറ്റാക്കി തന്നത്. അതിന് നീ ആരാ എന്റെ കല്യാണ ബ്രോക്കറാ? ഇത് മോളെ ചുമ്മാ ഇറങ്ങണ സമയത്ത് ഉടക്കി പിരിയാൻ നിൽക്കല്ലേ. I'm only trying to help you are. See, either way റോഷൻ നിന്നോട് ഒരു സോഫ്റ്റ് കോർണർ ഉള്ള കാര്യം നിനക്ക് അറിയുന്നതല്ലേ. For the same reason I was avoiding him, Bobby. You know what? Whatever. നാളെ വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തേക്ക്. ഇനി നാളെ വിളിക്കോ? വേണ്ട, പറഞ്ഞ് ക്യാൻസൽ ആക്കിയേക്കാം. ഫൈൻ. എനിക്ക് അറിയാൻ മേലത്തോണ്ട് ചോദിക്കുക. ഭയങ്കര ഇംപ്രാക്ടിക്കൽ ആയതുകൊണ്ട് വിശാലിനെ വേണ്ടാന്ന് വെച്ചു. ഓക്കെ ഫൈൻ. ഭയങ്കര പ്രാക്ടിക്കൽ ആയതുകൊണ്ട് റോഷൻ ഇസ് ഓൾസോ നോട്ട് ആൻ ഓപ്ഷൻ. വാട്ട് യു വാണ്ട് മാൻ? ആ പോട്ടെ, എന്നിട്ട് വിശാൽ എന്താക്കി? എന്താക്കാൻ? ഇന്നലെല്ലാം മര്യാദയ്ക്ക് സംസാരിച്ച് ഹാപ്പി ആയിട്ട് പിരിഞ്ഞതാണ്. ഇന്ന് പിന്നെയും കോളായി. ഇനി അവനെ കാണാനും പോകുന്നില്ല. സീ, നിന്റെ ഉള്ളിലെ പിള്ളേ ഫീലിങ്സ് ഒക്കെ ഇല്ലേ, അത് നീ ഇവിടുന്ന് ബസ് കയറുമ്പോൾ കുറച്ച് കുറയും. അത് കഴിഞ്ഞ് നീ വീട്ടിലെത്തില്ലേ, അപ്പം അത് കുറച്ചുകൂടെ കുറയും. ആൻഡ് വിത്ത് ടൈം അതില്ലാണ്ടായിക്കോളൂ. ഇപ്പം വാ, ലേറ്റ് ആവും. ഗായത്രി വാ. ലാസ്റ്റ് വാണിംഗ് ആണ്. ഓ ശരി. ഗായത്രി, ഒരു സെക്കൻഡ്, ഒരു കാര്യം പറയണം. ബസ് സ്റ്റോപ്പ് വരെ ഞാൻ ഡ്രോപ്പ് ചെയ്യട്ടെ? നമ്മൾ ലാസ്റ്റ് മൂന്നാറൊക്കെ പ്ലാൻ ചെയ്തല്ലേ? കോളേജ് ജംഗ്ഷൻ വരെങ്കിലും ഒരുമിച്ച് പോകാം. ഇത് ഞാൻ കുളമാക്കില്ല. അവസാനം അടികൂടി പിരിയണ്ട. വാ. എന്താ? നീ വിട്ടോ, ഞാൻ വന്നോളാം. വാട്ട്? അവൻ എന്നെ ബസ് സ്റ്റോപ്പ് വരെ ഡ്രോപ്പ് ചെയ്യും. മൂന്നാറിന്നൊക്കെ പറയാനായിട്ടല്ല ഞാൻ. ഒരു മൂന്നാറും ഇല്ല, കോളേജ് ജംഗ്ഷൻ വരെ, അത്രേ ഉള്ളൂ. വെയിറ്റ്, ഇത് ഞാൻ കൊണ്ടുവന്നോളാം. നിനക്ക് ഇടയ്ക്ക് വേറെ പ്ലാൻ എന്നൊക്കെ തോന്നിയാലോ? ഡോണ്ട് വറി, ഐ വിൽ വെയിറ്റ് ഫോർ യു അറ്റ് ദ ബസ് സ്റ്റോപ്പ്. പോവാം. നിനക്ക് സോറി പറയാൻ എന്താ എത്ര ബുദ്ധിമുട്ട്? സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? പറഞ്ഞൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ?
കേൾക്കുന്ന ആൾക്കൊരു സമാധാനം ഉണ്ടാവുമല്ലോ. ഇന്ന് തന്നെ ക്യാൻറ്റീനിൽ കണ്ടപ്പോൾ കഴിഞ്ഞ ഓണം സെലിബ്രേഷൻ ഓർമ്മ വന്നേനി. മഴയത്ത് ക്ലാസ് പോകാതെ നമ്മൾ ക്യാൻറ്റീനിൽ തന്നെ ഇരുന്നില്ലേ, അതൊക്കെ. അതാ ഇന്ന് തന്നെ അവനോട് കണ്ടപ്പോൾ എനിക്ക് ചൊറിഞ്ഞു വന്നു. എനിക്കിനി ക്യാൻറ്റീൻ കാണുമ്പോൾ ഇന്നത്തെ സീനെ ഓർമ്മ വരും. അതൊക്കെ വെറുതെ വന്നു. എന്ത് ധൈര്യത്തിലല്ല കയറി വന്നേ? ഞാൻ പോയിറങ്ങിയതാ, പിന്നെ നിന്നെ കാണാൻ തോന്നി. ഇതാ ബെറ്റർ. എന്താ ഇനി എന്നെ ഓർക്കാതിരിക്കാതാ നല്ലത്. നിനക്ക് ഇത്ര എളുപ്പമാണ് എന്നെ മറക്കാൻ? ഞാൻ എന്തിനാ മറക്കണേ? പിന്നെ അതവിടെ ഇരിക്കട്ടെ, ഒരു കോർണറിൽ. പിന്നെ ഞാൻ എന്തിനാ മറക്കണേ? യു ആർ ഡിസ്ട്രോയിങ് യുവർ സെൽഫ് വിവി. എനിക്കതിന് റീസൺ ആവാൻ പറ്റില്ല. അതല്ലേ നല്ലത്. നീ ബൈക്കിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ ദിവസം കൊള്ളാം. കറക്റ്റ് മഴ. ബാക്കി ഏത് സബ്ജക്റ്റ് പാസ്സായാലും ഇത് എഴുതിയെടുക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെടും. നീ ഒറ്റൊരാൾ കാരണമാണ് ഞാൻ എൻ്റെ വൈവക്ക് പറ്റൂ. ഓ, പഠിപ്പിച്ചതും പോരാ കുറ്റവും കേൾക്കണല്ലേ? ഇതല്ലേ ഹൈഡ്രോളിക്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. 6 മാസം ലാബിൽ വന്നിരുന്നപ്പോൾ നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു? നിന്നെ ശരിക്കും 6 മാസം എന്നുള്ള കണക്ക് തന്നെ തെറ്റാ. കഷ്ടിച്ചൊരു 4 മാസം ക്ലാസ് ഉണ്ടാവും. നിങ്ങളെങ്ങനെ ഇൻക്യുബേറ്ററിലിട്ട് വിരിക്കുന്നത് എന്തിനാന്ന് ആർക്കറിയാം? ശരിയല്ലേ? ഇന്ന് രാവിലെ എന്തോ മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്തല്ലോ, എന്തായിരുന്നു? അതൊന്നുമില്ല. പറ. എനിക്ക് പണ്ടയച്ചൊരു ഹൈക്കു കവിത ഞാൻ നിനക്ക് തിരിച്ചയച്ച. ഏത്? I wish you held on to me Like I held on to hope. like I held on to hope. ട്രിം ചെയ്തൂടെ? എന്തിന്? ഇനി ആരെ കാണിക്കാന്ന്? എന്നാ പോയാലോ? ഓ, ഇതേ കൂടാം. ഇതുപോലെ കോയിലാസറിന്ന് കുറച്ച് മഴ കൊള്ളട്ടെ. വാ.
നിനക്ക് ആ പാട്ട് ഓർമ്മയുണ്ടോ? ഏത്? അന്ന് സ്പോർട്സ് ഡേക്ക് നീ 200 മീറ്റേഴ്സ് ഓടുന്നതിന് മുന്നേ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത പാട്ട്. ആ പാട്ട് കേട്ടിട്ടാണ് ഞാൻ തോറ്റത്.